ഹായ്, അരിനമണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം വീഡിയോ എടുക്കണം എന്ന് കരുതി എടുക്കണതല്ല, ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ ഒരു വീഡിയോസ് ഒക്കെ എടുത്താലോ എന്ന് കരുതി. വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ ആകാം, പിന്നെ എടുക്കാം, പിന്നെ എഡിറ്റ് ചെയ്യാന്നൊക്കെ കരുതി. അപ്പം ഇന്ന് എന്തായാലും വീഡിയോ എടുത്തു. അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് അമ്മ കടച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞു തന്നു. പിന്നെ ഞാനത് ചെറിയ കഷ്ണമൊക്കെ ആക്കി. അപ്പോഴാണ് കയ്യിൽ എണ്ണ തേക്കാൻ മറന്നുപോയത്. പിന്നെ പോയി കയ്യിൽ എണ്ണയൊക്കെ തേച്ച് ഇതൊരു കറയുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ അരിഞ്ഞ പാടനെ വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ അതൊരു കറുത്ത കളറായി പോകും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊണ്ട് വെള്ളത്തിലിടുന്നത്. ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യാറുള്ളൂ. അതിനൊരു കുക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കുക്കിങ്ങിനോട് വലിയ താല്പര്യമില്ല. ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്കറൊക്കെ കഴുകി അതിൽ കടച്ചൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ഇച്ചിരി കൂടുതൽ, പിന്നെ നമ്മൾ കുറച്ച് മറിച്ച് കളയാൻ പറഞ്ഞു. പിന്നെ ഉപ്പിട്ട് ഒരു 2 വിസിൽ മതി, അത് മതി, കൂടുതൽ വേണ്ട. കൂടുതൽ ഒരു 3-4 അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെന്ത് പോകും നന്നായിട്ട്. അപ്പോൾ 2 മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ അരണ്ടി മീൻ കറിക്കുള്ളത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി ഒക്കെ അരച്ച് മീൻ കറി വെക്കാൻ കരുതി. തേങ്ങ അരച്ച് അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം മീൻ കറി വെക്കുന്നത്. എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്, വലിയ ഇഷ്ടമല്ല. എനിക്ക് മുളകിട്ട് വെക്കണം ഇഷ്ടം. പിന്നെ കടച്ചക്കൊള്ള സവോള, ചെറിയുള്ളിയാണ് നല്ലത്. ചെറിയുള്ളി ഇല്ലായിരുന്നപ്പോൾ സവോള എടുത്തു. പിന്നെ ചെറിയുള്ളിയാണ് നല്ലത്. സവോളയ്ക്ക് ഇച്ചിരി മധുരം ഉണ്ടല്ലോ, പിന്നെ കടച്ചക്ക മധുരമല്ലേ. അപ്പം ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് പിന്നെ സവോള എടുക്കുന്നത്. പിന്നെ സവോള എടുത്തു, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും മതി. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തൊക്കെയോ ചോദിക്കുന്നു, സംസാരിക്കുന്നു അങ്ങോട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറഞ്ഞു എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നെ എടുക്കണ്ട പറഞ്ഞു. എന്നെ എടുക്കേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് അങ്ങോട്ട് മാറി, എന്നെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നാട്ടുവിശേഷങ്ങളും അങ്ങനെ കുറച്ച് ദിവസം അവിടെ ഇവിടെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. എനിക്ക് ചെറിയുള്ളി വെളുത്തുള്ളി അരിയാനും ഈ അതിൻ്റെ തൊലി കളയാനൊക്കെ ഭയങ്കര മടിയാണ്. വെളുത്തുള്ളിയുടെ ഇത് മാറിപ്പോകും, ചെറിയുള്ളിയും വെളുത്തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ. പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മുടെ എന്നായിരുന്നു റംബൂട്ടാനൊക്കെ ഇല്ലേ, അതൊക്കെ എൻ്റെ പേരപ്പം കൊണ്ടു തന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിക്കണ വീഡിയോ അങ്ങനെ പൊതുവെ എടുക്കാറില്ല ഞാൻ. പിന്നെ നമുക്ക് കഴിക്കാനല്ലേ, കഴിച്ചു കഴിയുമ്പോൾ ഓർക്കുന്നത് അയ്യോ അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ, എടുക്കായിരുന്നു വിചാരിക്കും. പക്ഷെ എടുക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പം അതൊരു കൊട്ട കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു. യെല്ലോ കളറുള്ള റംബൂട്ടാനാണേ. എനിക്ക് റെഡാണ് ഇഷ്ടം. യെല്ലോയ്ക്കൊരു അത്ര വലിയ മധുരമൊന്നുമില്ല. റെഡിനാകുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ 2 വിസിലൊക്കെ അടിച്ച് പിന്നെ മീൻകറി അടുപ്പത്തുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കടച്ചക്ക ചട്ടിയിലേക്ക് മാറ്റി വെച്ചു. എനിക്ക് അന്നേരം പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. നമ്മളിപ്പോൾ എന്തെങ്കിലും അരിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി വെക്കും. അരിഞ്ഞതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുടച്ച് വൃത്തിയാക്കി ഇടണം, എന്നിട്ട് അടുത്ത പണിയിലോട്ട് പോകും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഞാൻ പൊതുവെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വേഗം പണി കഴിയും. നമ്മളിപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം പാത്രം കഴുകാമെന്ന് വിചാരിക്കും. അപ്പം മടുക്കും നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും. ഇപ്പോൾ കുക്കിങ്ങും അവിടെ തീരും, ഈ ക്ലീനിങ്ങും തീരും. പിന്നെ നമ്മളിപ്പോൾ പിന്നെ കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കഴുകത്തില്ല. എപ്പോഴാണെങ്കിലും നമ്മൾ തന്നെയാണ് കഴുകേണ്ടത്. പിന്നെ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചു, കടുകിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇതെല്ലാം പൊട്ടിയതിന് ശേഷം സവോള, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് അങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം വേവിച്ച കടച്ചക്ക അതിനകത്തേക്ക് ഇടുക, വെള്ളമെല്ലാം കളഞ്ഞിട്ട്. അത് കുറച്ച് നേരം അതിൻ്റെ ഒരു പിന്നെ മല്ലിയുടെയും അതിൻ്റെ ഒക്കെ ഒരു മണം പോകുന്ന വരെ അടുപ്പത്ത് വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിങ്ങനെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അടിച്ചു വാരാനും ക്ലീനിങ്ങും തുടയ്ക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറയും കുക്കിംഗ് ആണ് എളുപ്പം, ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ക്ലീനിങ് ആണ്
എളുപ്പം. കുക്കിംഗ് എനിക്ക് പതുക്കെ സ്ലോയാണ്. ഞാൻ ഈ അരിയുന്നതിനൊക്കെ ഭയങ്കര സ്ലോയാണ്. ക്ലീൻ ചെയ്യാൻ ഭയങ്കര സ്പീഡാണ്. എല്ലാ കാര്യങ്ങളും വേഗം ചെയ്തു പിന്നെ അടിച്ചു വരാനാണെങ്കിലും തുടയ്ക്കാനാണെങ്കിലും പാത്രം കഴുകാനൊക്കെ ആണെങ്കിലും. പിന്നെ പാത്രം കഴുകിയതൊക്കെ അപ്പുറം വർക്ക് ഏരിയയിൽ എടുത്ത് കൊണ്ടു വെക്കണം. 2 സൈഡിലുണ്ട് ടാപ്പ്. പിന്നെ കുറേയൊക്കെ ഇവിടുന്ന് കഴുകും, കുറേയൊക്കെ അവിടുന്ന് കഴുകും. അവിടെ കാണുന്ന പാത്രം അവിടെ തന്നെ കഴുകും. പിന്നെ ഇവിടെ കൊണ്ടുവരേണ്ടെന്ന് ഓർക്കും മടി പിടിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൂലെടുക്കാൻ പോയി അവിടെയും കൂടെ ഒന്ന് അടിച്ചു വാരി ഇട്ടാലോ, അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണമെന്ന് വിചാരിച്ചായിരുന്നു. വീണ്ടും തുടയ്ക്കാനൊരു മടി. മഴയൊക്കെ ആകുമ്പം നമുക്ക് തുടയ്ക്കാനൊക്കെ മടിയല്ലേ. പിന്നെ വാഷ് ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കിയിടണം. അപ്പോൾ ലിക്വിഡൊക്കെ തീർന്നു. പിന്നെ ലിക്വിഡൊക്കെ നിറച്ച് വെക്കണം എന്ന് കരുതി ഞാനൊക്കെ പൊതുവെ കുറച്ച് ഒഴിക്കും, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും, എന്നിട്ട് മിക്സ് ചെയ്യും. എൻ്റെ ചില ബന്ധുക്കാരുടെയൊക്കെ വീട്ടിൽ ചെല്ലുന്നത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് ലിക്വിഡ് ഒഴിക്കും, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. ഞാൻ നിറച്ചും നിറച്ചും വെക്കും. കുറച്ച് ലിക്വിഡ് ഒഴിക്കും, നിറയ്ക്കുകയും ചെയ്യും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, സ്വസ്ഥമായി. ഇന്നത്തെ ഉച്ചയൂണും നമ്മൾ രാത്രി കഴിക്കണതൊക്കെ ഒരുമിച്ച് നമ്മൾ വെക്കണത്. ഇനി വൈകിട്ടത്തേക്ക് നമ്മൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ ചോറ് വിളമ്പി, കറി വിളമ്പി, പിന്നെ മീൻ കറി, അച്ചാറുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എടുത്തില്ല, വലിയൊരു താല്പര്യമില്ല എനിക്ക് അച്ചാറിനോട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സി യു.